അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹു നമ്മുടെ ഇരുത്തം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ലതസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് അന്നത്തെ ദിവസം നിങ്ങളോട് സുഖാനുഗ്രഹങ്ങളെപ്പറ്റി നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കുഞ്ഞുമാവിടെ സംസാരിച്ചത്. ആ ആരോഗ്യം എന്നുള്ള അനുഗ്രഹം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ആരോഗ്യമില്ലാത്ത ആളുകളെ കാണണം. നമ്മൾ ഇത്തരം ആളുകളെ സന്ദർശിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ആരോഗ്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കണ്ണില്ലാത്ത ആളുകൾക്കാണ് കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ പറഞ്ഞത്. എന്നതുപോലെ ഈ ആരോഗ്യം എന്നുള്ള അനുഗ്രഹം അത് അറിയണമെങ്കിൽ ഇത്തരം ആരോഗ്യമില്ലാത്ത ആളുകളെ നമ്മൾ അവരുമായി ഇടപഴകണം, അല്ലെങ്കിൽ അവരെ സന്ദർശിക്കാൻ വേണം. അപ്പോഴാണ് ഈ ആരോഗ്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്നിപ്പം ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ഒരുപാട് മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്. അതാവശ്യമാണ്. അതിന് സമയം ചെലവഴിക്കാറുണ്ട്, സമ്പത്ത് ചെലവഴിക്കാറുണ്ട്. ഇതൊക്കെ നമ്മളിന്ന് ജീവിതത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് ചെലവഴിച്ച് ആരോഗ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അനുഗ്രഹം അള്ളാഹുവിൻ്റെ അത് അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവ് അതോടൊപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടേണ്ട ഒരു തിരിച്ചറിവ്. അത് നമുക്ക് കിട്ടിയ അനുഗ്രഹമായ ആരോഗ്യം അത് നൽകിയ സൃഷ്ടാവിൻ്റെ പ്രീതിക്കും വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് തിരിച്ചറിയേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബിസ്മിയിൽ ബന്ധപ്പെടുന്ന ഭിന്നശേഷി സഹോദരന്മാരുടെ വീടുകളിൽ സന്ദർശനം നടത്തി. അവരിവിടെ നമുക്ക് ഡേ കെയറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്നതാണ്. അപ്പോൾ അത്തരം കുറച്ച് സഹോദരങ്ങളുടെ കൂടെ ഞാൻ റഹീമാക്ക, അതേപോലെ തന്നെ എൻ്റെ ഭാര്യ, ഞങ്ങൾ മൂന്നാളാണ് പോയിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഇവരുമായി ഒക്കെ സംസാരിക്കുമ്പം അപ്പോഴാണ് നമുക്ക് ആരോഗ്യം, നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. നേരത്തെ കുഞ്ഞുമോൻ സൂചിപ്പിച്ചു, കിഡ്നിക്ക് തകരാറ് വന്നാൽ ഉള്ള ആ ഒരു അവസ്ഥയെപ്പറ്റി. അതേപോലെ തന്നെ ഓരോ അവയവത്തിനും അതിൻ്റേതായ പ്രാധാന്യം, അതിൻ്റെ ആ ധർമ്മം ഇല്ലാതാകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. ഇപ്പോൾ ഈ ഭിന്നശേഷി സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർക്ക് ജന്മനാ വരുന്ന തകരാറ്, പോളിയോ ബാധിച്ച ആളുകളുണ്ട്. അതേപോലെ മസിൽ ശോഷിച്ച് പോകുന്ന അസുഖമുള്ള ആളുകളുണ്ട്. അപകടം പറ്റി നട്ടലിന് ക്ഷതം സംഭവിച്ച് ശരീരം തളർന്ന ആളുകളുണ്ട്. സ്ട്രോക്ക് ബാധിച്ച് ശരീരം തളർന്ന ആളുകളുണ്ട്. ഇങ്ങനെ നീണ്ടുപോകും അവരുടെ ആ ഒരു കാറ്റഗറി. ഏതായിരുന്നാലും ശരീരത്തിൻ്റെ ആ അവയവങ്ങൾ അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം അവരെ ഇരുത്തം തന്നെയാണ്. മിക്കവാറും ആളുകൾ ഇരുത്തത്തിലാവും. കുറച്ചാളുകളെ സ്ഥിരം കിടപ്പ് രോഗികളായിരിക്കണം. മിക്കവാറും ആളുകൾ ആ ഇരുത്തം ഒന്നുകിൽ വീൽ ചെയറിലാവും, അല്ലെങ്കിൽ കസേരയിലാവും. ആ ഇരുത്തത്തിൽ അങ്ങനെ പോകും. ഏറ്റവും വലിയ പ്രയാസം നമ്മൾ കണ്ട ഒരു പ്രയാസം എന്ന് വെച്ചാൽ അവർ സ്ഥിരമായിട്ട് ഇരിക്കുമ്പം അവരുടെ ശരീരത്തിന് വരുന്ന മുറിവുകളാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ മുറിവുകൾ വന്ന് കഴിയുമ്പം പിന്നീട് അത് മാറാനുള്ളത്, ഇപ്പം നമുക്കൊക്കെ ശരീരത്തിൽ മുറിവുകൾ വന്നാൽ അത് പെട്ടെന്ന് മാറും.
ശരീരത്തിൻ്റെ രക്തസഞ്ചാരം ശരിയായി നടക്കുകയാണെങ്കിൽ ആ മുറിവുകളൊക്കെ പെട്ടെന്ന് സുഖപ്പെടും. പക്ഷേ ഇത്തരം ആളുകൾക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ പിൻവശത്തുണ്ടാകുന്ന മുറിവുകൾ മാറാൻ വളരെ പ്രയാസപ്പെടും. അപ്പോൾ ഈ മുറിവായിട്ട് പിന്നെ ഇപ്പം കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് മാറണമെങ്കിൽ ദിവസങ്ങളോളം കഴിയണം. അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന പ്രയാസമാണ് ഈ ഒരു മൂത്രപ്രശ്നം. നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ സെൻസ് എന്നുള്ള ആ ഒരു സംഗതി നമുക്ക് ആണ്ട് ഒഴിവായുള്ള അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, മൂത്രം ഒഴിക്കാൻ നമുക്ക് തോന്നിയാലും നമ്മളവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ കൺട്രോള് നമ്മളെ കയ്യിൽ നിന്നാണ് പോവുകയാണെങ്കിൽ നമുക്കതില്ലാതായുള്ള അവസ്ഥ എന്താ? ഇപ്പം ഈ ഇരുന്ന ഇരിപ്പിൽ നമ്മൾ മൂത്രം ഇവിടെ കൺമുമ്പിൽ വെച്ച് മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താ വരും? ഒരു 42 വയസ്സുള്ളൊരു സഹോദരി വീട്ടിൽ നിന്ന് വെള്ളം മുക്കിയതാണ്. അന്ന് കിണറിന് ആൾമറയില്ല, കിണറിന് മുമ്പൊക്കെ അങ്ങനെയാണല്ലോ. ആ പലക പൊട്ടി താഴോട്ട് വീണു. അതോടുകൂടി ആ കുട്ടിയുടെ ജീവിതം മാറി. ജീവിതം തുടങ്ങിയ ജീവിതം അവിടെ അതിൻ്റെ ഒരു ദിശ മാറി. പിന്നീട് നീണ്ട 13 വയസ്സിലായിരുന്നു. ഇപ്പോൾ 42 വയസ്സ്, 30 വർഷത്തോളമായി, 29 വർഷത്തോളമായി ഈ ഒരു അവസ്ഥയിൽ അരക്ക് താഴെ തളർന്ന അവസ്ഥ. അതിലേറ്റവും അതാ പറഞ്ഞ അവിടെ ആ സഹോദരി അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ് ഈ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആളുകളെ കാണുമ്പോൾ ഇപ്പോൾ വാതിലൊക്കെ തുറക്കാൻ ഇപ്പോൾ സഹോദരി ചെറുതായിട്ട് പിടിച്ച് നടക്കും. ആളുകളൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് യൂറിന് അറിയാതെ പോവുക. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇങ്ങനെ സദസ്സിലേക്ക് വരുന്നതൊക്കെ പേടിയാണ്. എന്നാലും നമ്മുടെ ഡേ കെയറിൽ ഇവിടെ വരും. പക്ഷേ ആ വരുന്നതിൻ്റെ ആ ഒരു അവസ്ഥ അങ്ങനെയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ഒരിക്കൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടത്, ആ വരുമ്പം അതിൻ്റെ രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ പോരണം. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ വെള്ളം കൂടി അവിടെ നിർത്തും. ആ ശരീരത്തിലിപ്പം കിഡ്നി വർക്ക് ചെയ്യുമ്പം ശരിക്കും നമുക്ക് യൂറിൻ പോവും. കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫിൽട്ടർ ചെയ്യാണല്ലോ. ആ ബ്ലഡ് ഫിൽട്ടർ ചെയ്തിട്ട് ആ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നടന്നാൽ അവിടെ യൂറിൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ അവിടെ ആ വെള്ളം കൊടുക്കൂല. ആ വെള്ളത്തിന് ദാഹം ഉണ്ടെങ്കിലും വെള്ളം കുടിക്കൂല. എന്നിട്ട് വെള്ളം കുടിക്കാതെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് വീട്ടിലെത്തണ വരെ പിന്നെ അത് കുടിക്കൂല. കുടിച്ചാൽ ഇതാണ് സംഭവിക്കുക. അപ്പോൾ ആ സഹോദരി അനുഭവിക്കുന്നൊരു മാനസിക പ്രയാസത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇത്തരം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ആ സഹോദരിയുടെ ഉപ്പയും ഉമ്മയും അവിടെ ഇല്ല. ഈ സഹോദരിക്ക് ആകെ ഉള്ളത് ഉപ്പയും ഉമ്മയും, ഇവർ 3 ആളാണ് ആ വീട്ടിലുള്ളത്. ഇവർ ആശുപത്രിയിൽ പോയതാണ്. ഈ സഹോദരിയാണ് ആ വീട്ടിലുള്ളത്. പക്ഷെ ആ വാതിൽ പുറത്ത് ഇപ്പം നമ്മളെ ഓടാമ്പിലാണ്, ഉള്ളിൽ നിന്നും പുറത്തേക്കും ഇങ്ങനെ ഇട്ടിട്ടാണ് പോയത്. എന്നിട്ട് ഈ ഒരു സഹോദരി ഒരു സ്ഥലത്ത് ഇരിക്കുക. അവിടുന്ന് എണീക്കാൻ കഴിയില്ല. കാരണം ആരെങ്കിലും സപ്പോർട്ടില്ലാതെ നടന്നാൽ വീണു പോകും, ആരുമില്ലല്ലോ. അതുകൊണ്ട് ആ ഇരുത്തം ഒരു കോണീൻ്റെ പടിമല അവിടെ ആ ഇരുത്തം ഇനി ഇവർ വരുന്നവരെ ആയിരിക്കും. അങ്ങനെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് എണീറ്റ് നടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആൾ അവിടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞുമോൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്ത്. അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ മതിയാവും. ഈ ഒരു അനുഗ്രഹം മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സദസ്സിൽ പോകാൻ പറ്റുമോ, ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ, എന്തെങ്കിലും പോകാൻ പറ്റുമോ? നമുക്ക് ഒന്നും കുഴച്ചൊന്നും വേണ്ട. ഈ ഒറ്റ സെൻസ് നമ്മളിവിടുന്ന് ഒഴിവാക്കിയാലുള്ള അവസ്ഥ എന്താ? ഇതിപ്പോൾ യൂറിന്, ഇതേപോലെ തന്നെ ഇനി ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ.
അതേപോലെ തന്നെ ഇവരെ വേറൊരു പ്രശ്നമാണ്, ഇരുന്ന് കഴിഞ്ഞാൽ കാലിന് നീര് വരിക. കാരണം കാല് തൂക്കിയിട്ടിരുന്നാൽ കാലിന് നീര് വരും. എന്നിട്ട് ആ നീര് വന്നിട്ട് ആ കാലിൻ്റെ ഇത് പിന്നെ ആ പുറംഭാഗം അത് പോളട്ടിട്ട് അത് പൊട്ടുക. അതുകൊണ്ട് ഇപ്പം സഹോദരന്മാരെ സംബന്ധിച്ചോളം അവർക്ക് ജോലിക്ക് പോകാനും കഴിയില്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കുകയല്ലേ. സഹോദരങ്ങളാണെങ്കിൽ ഈ യൂറിൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ട്യൂബ് ഇട്ടെടുക്കും, അവർക്കൊന്നും ഇങ്ങോട്ട് മാറി നിന്നാൽ മതി. സഹോദരികൾ ഉള്ള അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. അപ്പോൾ ഇവിടെയാണ് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ പിന്നെ ഈ ആരോഗ്യം എന്നുള്ള അനുഗ്രഹത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോന്നും എടുത്തു നോക്കിയാലും നമുക്കറിയാൻ പറ്റും. പക്ഷെ നമുക്കത് നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ഇത്തരം ആളുകളുമായി ഇടപഴകുമ്പോഴോ അല്ലെങ്കിൽ അവരുമായി സംവദിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിയുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു സഹോദരൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം നന്നായിട്ട് സമ്പത്തൊക്കെ ഉള്ള ആളായിരുന്നു. സമ്പത്തെന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് അത്യാവശ്യം മോശമില്ലാത്തൊരു കമ്പനിയിലായിരുന്നു. നല്ലൊരു വീട് വെച്ചു. ഉള്ള സമ്പാദ്യമൊക്കെ വീട്ടിലുമൊക്കെ ചിലവാക്കി. അദ്ദേഹത്തിന് 2 കുട്ടികൾ, ഒരാൺകുട്ടിയും 2 ആൺകുട്ടികൾ. ആ സമയത്താണ് അദ്ദേഹത്തിന് അവിടുന്ന് സ്ട്രോക്ക് വന്നത്. ആ സ്ട്രോക്ക് വന്നു, നാട്ടിലേക്ക് പോന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ലൈഫ് സ്റ്റൈൽ നേരെ തിരിച്ചു പോന്നു. നല്ല അത്യാവശ്യം നന്നായിട്ട് ജീവിച്ച ആൾ പെട്ടെന്ന് ഇങ്ങോട്ട് താഴോട്ട് പോകും. പക്ഷെ അദ്ദേഹത്തിനെ പിടിച്ചു നിന്നത് അദ്ദേഹത്തിൻ്റെ അറബി ഒരു 7 കൊല്ലത്തോളം അദ്ദേഹത്തിന് ഒരു സംഖ്യ അയച്ചു കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുട്ടികളെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോന്നു. കാരണം വലിയൊരു കുടുംബമാണ്. ആ വീടും കണ്ടാൽ ആരും സഹായത്തിന് ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ സഹായം ചെയ്യാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോകില്ല. ഇപ്പോൾ നമ്മൾ ഡേ കെയറിൽ വരുന്നുണ്ട്. അദ്ദേഹം പറയണത്, ഞാൻ ഈ സ്ഥലത്തു നിന്നൊക്കെ വരുന്നത് ഇതിനൊരു അവസ്ഥ കൊണ്ടാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് എനിക്കെൻ്റെ മക്കളൊക്കെ അത്യാവശ്യം പിന്നെ ഇതിനൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയുടെ അവസ്ഥയൊക്കെ വരുന്നുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ 1 കൊല്ലം കൂടെ ഒക്കെ നിങ്ങൾ എന്നെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ സഹോദരി, ഈ സഹോദരനൊക്കെ നമ്മളെ ഡേ കെയറിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമാണല്ലോ. കാരണം വേറെ വരുമാനമില്ലാത്ത ആളുകൾക്ക് ഈ കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞത് അത് ചെറുതാണെങ്കിലും അതിൻ്റെ ഒരു മൂല്യം, അതുകൊണ്ടാണ് അവർ പിന്നെ മുടങ്ങാതെ എത്രയൊക്കെ പ്രയാസം ഉണ്ടായിട്ടും അവർ നമ്മളെ സെൻറ്ററിൽ വരുന്നത്. ഞാൻ പറഞ്ഞില്ല, എത്രയൊക്കെ വരണമെങ്കിൽ ഇപ്പം വെള്ളം കുടിക്കാതൊക്കെ ഈ വേനൽക്കൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ സഹിച്ച് ഇവിടെ വരുന്നെങ്കിൽ എനിക്കും അവർ ഈ ഒരു പ്രയാസം കൊണ്ട് തന്നെയാണ്. പക്ഷെ അവരൊക്കെ പിന്നെ സംസാരിക്കുമ്പോൾ അവരൊന്നും അവരെ എന്താ പറയുക, അവരെ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് അവർ പറയില്ല എന്നുള്ള, അവരൊക്കെ മുഖത്ത് സന്തോഷമാണ്. മുഖത്ത് സന്തോഷമാണെങ്കിലും ഉള്ളിൽ ദുഃഖമുണ്ട്. ആ ദുഃഖം എന്താ വെച്ചാൽ അത് അവരെ ശീലിപ്പിച്ചതാണ്. നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസം നമ്മളെ മുഖത്ത് നമുക്കിങ്ങനെ എപ്പോഴും കാണും. നമുക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ആ പുഞ്ചിരികൾ അവരെ പഠിപ്പിച്ചതാണ് പുഞ്ചിരിക്കാൻ വേണ്ടി. കാരണം ഇതന്നെയാണല്ലോ അനുഭവിക്കുന്നത്. എന്നാലും അവർക്ക് പരാതികളില്ല. അള്ളാഹു സഹായിക്കും എന്നുള്ള ആ ഒരൊറ്റ ആ തവക്കുൽ തന്നെയാണ് അവർക്കുള്ളത്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സഹോദരങ്ങൾ, നമുക്കൊരു 100ഓളം ഭിന്നശേഷി സഹോദരങ്ങൾ ഈ ഒരു പിന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു ലിസ്റ്റുണ്ട്. മറ്റൊരു സഹോദരൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ പോളിയോ ബാധിച്ചാണ്. പക്ഷേ ഈ ഒരു സഹോദരനിപ്പം കല്യാണം കഴിച്ചൊരു 4 വർഷമായിട്ടുള്ള കല്യാണം കഴിച്ചത് തന്നെ ഒരു ഭിന്നശേഷിയുള്ളൊരു സഹോദരിയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ അപ്പം നേരത്തെ നമ്മുടെ ഭിന്നശേഷി സംഗമങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കുട്ടി അൽഹംദുലില്ലാ ഈ പിടിച്ച് നടക്കുന്ന ഒരവസ്ഥ ഉണ്ട്. പക്ഷെ ആ ഒരു സഹോദരിക്ക് 6000 രൂപ മരുന്നിന് മാസത്തിൽ വേണമെന്നില്ല. ഇദ്ദേഹം പോളിയോ ബാധിച്ച് വീട്ടിലിരിക്കുകയാണ്.
ഈ ഒരു സഹോദരൻ, വേറെ ആരും ആ വീട്ടിലില്ല. അവരും വരും, നമ്മുടെ ഈ ഡേ കെയറിനോട് വരും. പക്ഷെ ആ സഹോദരൻ ഇടയ്ക്ക് വരാറുള്ളൂ. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മൂത്രം പോകുന്ന, അപ്പോൾ ഈ യാത്രയിലൊക്കെ പോകുമ്പം ഈ മൂത്രം പോകുമ്പം പ്രശ്നമാകുന്ന എനിക്ക് ഇടയ്ക്ക് നമ്മളെ ക്യാമ്പിൽ പങ്കെടുക്കാറുള്ളൂ. ആ സഹോദരി വരും. അപ്പോൾ അവരെ ഭക്ഷണം കാര്യങ്ങൾ നടക്കണം. 6,000 രൂപ ആ ഒരു മരുന്നിന് ഈ സഹോദരിക്ക് മാത്രം ചിലവ് വരും. അദ്ദേഹത്തിൻ്റെ ചിലവുകൾ വേറെയും. ആ കുടുംബം കഴിഞ്ഞൊരവസ്ഥ ആലോചിക്കുകയാണ്. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായിട്ടുള്ള പരാതികളൊന്നുമില്ല. അതേപോലെ തന്നെ മറ്റൊരു സഹോദരന്, അദ്ദേഹത്തിന് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ മസിൽ സൂക്ഷിക്കുകയാണ്. ആ അസുഖം അത് നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ കഴിയില്ല. അത് പെട്ടെന്ന് അറിയണ സംഗതിയില്ല. അവർക്കൊക്കെ എനിക്ക് തോന്നുന്നൊരു 30 വയസ്സിലല്ലേ, ഏതായാലും 20 വയസ്സിന് മുകളിലാണ് അത് ശ്രദ്ധയപ്പെട്ടതെന്നുള്ള. ആ അസുഖം അങ്ങനെ വരിക. നല്ല ഒരു തകരാറുണ്ടാവില്ല. പക്ഷേ പിന്നീട് നമ്മളെന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ കാണും. ഒന്നുകിൽ ചെരുപ്പ് വഴുതി പോവുകയെ, അല്ലെങ്കിൽ കാലിനൊരു ചെറിയ തളർച്ച വരിക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളാണ് ആദ്യം തുടക്കത്തിൽ കാണുക. അത് പിന്നീട് അങ്ങനെ കൂടി വന്ന് അവസാനം നമ്മൾ വാക്കറിലാവും. ആ വാക്കർ പിന്നെ വീൽചെയറിലാവും. വീൽചെയർ പിന്നെ ബെഡാവും. ഇതേ അസുഖമുള്ള വേറൊരു സഹോദരൻ്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യം ഗൾഫൊക്കെ നിർത്തി വന്നു. ഓട്ടോറിക്ഷ എടുത്തു, ഓട്ടോറിക്ഷ ഓട്ടി അങ്ങനെ പോയിരുന്നു. ഇപ്പം ആ ഓട്ടോറിക്ഷ ഓട്ടാനും കഴിയില്ല. പിന്നെ വീട്ടിലൊക്കെ ആ വാക്കർ പിടിച്ചിട്ട് കയറിയിരുന്നു. ഇപ്പോൾ വാക്കറും പിടിക്കാൻ കഴിയില്ല, കൈ കുഴഞ്ഞു പോയി. ഇപ്പം വീൽചെയറിൽ ഇരിക്കുക. ഇനിയിപ്പോൾ ആ ഇരുത്തം കൂടെ മാറും. അത് മസിൽ ക്ഷയിച്ചു പോവുക. അവിടെയാണ് നമ്മൾ ആരോഗ്യം എന്നുള്ള സമ്പത്ത്, ആ ഒരു സമ്പത്ത് നമ്മൾ തിരിച്ചറിയാന്നുള്ളത്. അവിടെയാണ് അല്ലാഹുമ്മ അഹിന്നി അലാ ദിക്രിക വ ശുക്രിക വസ്നുബാത്ത്. ആരെങ്കിലും തൻ്റെ വിരിപ്പിൽ നിർഭയനായി ശാരീരിക സുഖമുള്ളവനായി നേരം പുലർന്നുവെങ്കിൽ അവന് ദുനിയാവ് മുഴുവനും നേടിയവനെ പോലെയാണ്. ആരെങ്കിലും തൻ്റെ വിരിപ്പിൽ നിർഭയനായി ശാരീരിക സുഖമുള്ളവനായി നേരം പുലർന്നുവെങ്കിൽ അവന് ദുനിയാവ് മുഴുവനായി നേടിയവനെ പോലെ തന്നെ. ദുനിയാവ് മുഴുവൻ നേടിയതല്ലേ ചെയ്യണേ. നമുക്കിപ്പോൾ അത് ഈ ലെവലിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഈ ഒരു അവസ്ഥയ്ക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ എത്ര നമ്മൾ സമ്പത്ത് മുഴുവൻ കൊടുക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ആരോഗ്യം തിരിച്ചു കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഏറ്റവും അശ്രദ്ധമാവുന്ന 2 കാര്യങ്ങളാണ് ആരോഗ്യവും ഒഴിവു സമയവും എന്നുള്ളത്. ഇപ്പം നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്ത് നമ്മളത് അശ്രദ്ധ തന്നെയാണ്. സംശയം, നമ്മളൊക്കെ അശ്രദ്ധ തന്നെയാണ്. ആ ആരോഗ്യം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമ്മളാരും ശ്രമിക്കാറില്ല. നമുക്കതിനൊരു മനസ്സ് വരില്ല. അതങ്ങനെയാണ്. അതേപോലെ തന്നെ ഒഴിവു സമയം. അപ്പോൾ ഈ ആരോഗ്യം അത് ശരിക്ക് നമുക്കിതേപോലത്തെ എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം ആൾ കാണുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക. ഇതൊരു അറബി പഴമൊഴി അതിങ്ങനെ വായിച്ചപ്പം വന്ന സംഗതി, ആരോഗ്യമുള്ളവരുടെ തലയിലെ കിരീടമാണ് ആരോഗ്യം. രോഗിക്ക് മാത്രമേ അത് മനസ്സവരെ കാണാനാവൂന്നുള്ളത്. ആരോഗ്യം നമുക്കതിൻ്റെ വില മനസ്സിലാവണം. പക്ഷേ രോഗിക്ക് ആരോഗ്യത്തെ പറ്റി ശരിക്കും ബോധ്യമുണ്ടാവും. നമ്മളൊക്കെ കാണുമ്പോൾ രോഗിക്ക് അത് ശരിക്കും മനസ്സിലാവും. നമുക്ക് നമ്മളെ വലിപ്പം ആരോഗ്യം മനസ്സിലാവില്ല എന്നുള്ളത്. അതുപോലെ ഒരു രസകരമായി തോന്നിയൊരു പഴമൊഴിയായിട്ടുണ്ട്. ആരോഗ്യമുള്ളവരുടെ തലയിലെ കിരീടമാണ് ആരോഗ്യം, രോഗിക്ക് മാത്രമേ അത് കാണാനാവൂ. അതേപോലെ തന്നെ വേറൊരു കൊടിയാണ്, ജീവിതത്തിൽ എത്ര പണം വാരിക്കൂട്ടിയാലും എത്ര നേട്ടങ്ങൾ പറയാൻ ഉണ്ടായാലും അവയൊന്നും സ്വന്തം ആരോഗ്യ നേട്ടത്തിന് തുല്യമായിരിക്കില്ല. മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് സ്വന്തം ശരീരം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സിൻ്റെ ആഗ്രഹത്തിന് നമ്മുടെ ശരീരം, മനസ്സിന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, ശരീരം ചലിപ്പിക്കാൻ കഴിയില്ലവർക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ആരോഗ്യം തന്ന സൃഷ്ടാവിനെ ഓർക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ആരോഗ്യം പരമാവധി ചെലവഴിക്കുക. ഇത്തരം ആളുകളെ സന്ദർശിക്കുക. ആ സന്ദർശിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ
പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പറ്റി ബോധ്യമാകും. രണ്ടാമത് അവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു നമ്മളൊക്കെ പിന്നെ ബിസ്മീന്ന് വരിക എന്ന് പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയായ സന്തോഷമാണ് അവർക്ക്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ആ ദിക്റ് അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക ഹുസ്നി ഇബാദത്ത്, ആ ഒരു ദിക്റ് ചൊല്ലി അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു നമ്മുടെ ഈ ഒരു ഇരുത്തം, ഈ പ്രവർത്തനമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട സൽക്കർമ്മ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹമായിട്ട് ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസമാണ് അള്ളാഹു തന്ന ഈ അനുഗ്രഹം നമുക്ക് ഫലപ്രദമായ രീതിയിൽ അള്ളാഹു ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ കഴിവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.